നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും ഗ്രൂമിങ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കണം നമ്മൾ? അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റിയല്ല. അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മളുടെ ഗ്രൂമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റിയോ അല്ലെങ്കിൽ എയർലൈൻ, എയർപോർട്ട് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. നമുക്ക് ഏത് കോഴ്സ് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രൊഫഷനിലേക്ക് പോകുന്നവരാണെങ്കിലും ഗ്രൂമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മുഖസൗന്ദര്യമോ കളറുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഹെയർ സ്റ്റൈൽ ഇതൊന്നുമല്ല. നമുക്കത് ബോയ്സിൻ്റെ നോക്കാം. ബോയ്സിൻ്റെ ഹെയർ സ്റ്റൈല്, ഹെയർ ഷോർട്ട് കട്ടായിരിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഒരു സ്റ്റൈലിൽ ഹെയർ ചീകി വയ്ക്കണം, കോമ്പ് ചെയ്ത് വയ്ക്കുക. ഒത്തിരി ഗ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി പോളിഷ്ഡ് ആയിട്ടുള്ള ഹെയർ ജെല്ലുകൾ യൂസ് ചെയ്ത് ഹെയറൊക്കെ ഇങ്ങനെ പറ്റി പിടിപ്പിച്ചോ അല്ലെങ്കിൽ തിളങ്ങുന്ന രീതിയിലൊന്നും ആക്കരുത്. വളരെ മൈൽഡായിട്ട് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. രണ്ടാമത് ഗ്രൂമിങ്ങിൽ വരുമ്പോൾ നമ്മളുടെ താടിയാണ്. +2 ഒക്കെ ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ താടിയൊക്കെ മീശയൊക്കെ വരുന്ന സമയമാണ്. കുട്ടികൾക്ക് താടി പഠിക്കാൻ ഭയങ്കര മടിയുണ്ടാവും. അപ്പോൾ താടി വയ്ക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ താടി വയ്ക്കാതിരിക്കുക. മൂന്നാമത് സ്റ്റഡുകളോ അല്ലെങ്കിൽ നോസ് പിന്നുകളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കഴുത്തിൽ ചെയിൻ ഇടുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ചെയിൻ ഇടുക. അത് കഴുത്ത് കുടുങ്ങി ഇങ്ങനെ കിടക്കുന്നതാവരുത്. ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണത്തില്ലാത്ത രീതിയിലുള്ള ഒറ്റ ചെയിൻ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ ഷർട്ട്, പാൻറ്റാണ്. പാൻറ്റ് ഫോർമലായിട്ടുള്ള പാൻറ്റ് യൂസ് ചെയ്യുക. ജീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ബൂട്ട് കട്ടോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്. നല്ലൊരു ഫോർമൽ പാൻറ്റ് യൂസ് ചെയ്യുക. ലൈറ്റ് ഷെയ്ഡുള്ള ഒരു ഷർട്ട്, അത് ഫുൾ സ്ലീവ് ആണെങ്കിൽ വളരെ നല്ലത്. ഫുൾ സ്ലീവ് ഒരു ഷർട്ട് എടുക്കുക. ആ ഷർട്ടിൻ്റെ പോക്കറ്റിലൊന്നും ദയവേതൊന്നും ഇടരുത്. അത് ഇൻ ചെയ്യുക. ഷർട്ട് നല്ല വൃത്തിയായിട്ട് ഇൻ ചെയ്യുക. ഒരു ബെൽറ്റ്, അത് നല്ല ഫോർമലായിട്ടുള്ള ഒരു ബെൽറ്റ് യൂസ് ചെയ്യുക. ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗൺ ഷൂ ആണ് ഇടുന്നതെങ്കിൽ ബ്രൗൺ ബെൽറ്റ് ഉപയോഗിക്കുക. ബ്ലാക്ക് ഷൂ ആണെങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് ഉപയോഗിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിലും ഷർട്ടിൻ്റെ പോക്കറ്റിലാണെങ്കിലും ഒരു സാധനങ്ങൾ മാക്സിമം ഇടാതിരിക്കുക. പെന്നൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ മാത്രം ഇടുക. ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു സാധനങ്ങളും ഇടാതിരിക്കുക. പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടുന്ന സാധനങ്ങൾ നിങ്ങളത് ബൾജ് ചെയ്ത് നിൽക്കാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളും പാൻറ്റിൻ്റെ പോക്കറ്റിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ബോയ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ബോയ്സിൻ്റെ തന്നെ കയ്യിൽ അനാവശ്യമായിട്ടുള്ള ചെയിനുകളോ അങ്ങനത്തെ ഒന്നും ഇടാതിരിക്കുക. മോതിരങ്ങൾ, കൈ നിറച്ച മോതിരങ്ങൾ ഇടാതിരിക്കുക. അലോ ചെയ്തിരിക്കുന്നത് മാക്സിമം 1 റിങ്, ഒരു റിങ്, ഫോർമലായിട്ടുള്ള ഒത്തിരി കളർഫുള്ളൊന്നും അല്ലാത്ത നല്ലൊരു വാച്ച്. ഇത്തരം കാര്യങ്ങളാണ് ബോയ്സിൻ്റെ ടോപ്പ് ടു ബോട്ടത്തിൽ വരാൻ നേരത്തുള്ള മെയിൻ കാര്യങ്ങൾ. പിന്നെയുള്ളത് ഷൂസാണ്. ഷൂസിൽ നിങ്ങൾ ബ്ലാക്ക് ഷൂവോ അല്ലെങ്കിൽ ബ്രൗൺ ഷൂ, ഏത് ഷൂ ആണോ ആ ഷൂ പോളിഷ് ചെയ്ത് സോക്സും നിങ്ങൾ ഇട്ടിരിക്കണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് നോക്കാൻ നേരത്ത് ഹെയർ നന്നായിട്ട് ചീകി പോണി സ്റ്റൈലിലോ അല്ലെങ്കിൽ പുട്ടപ്പ് രീതിയിലോ ഏതെങ്കിലും മുടി നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾ കെട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഇയറിങ് മാക്സിമം സ്റ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു പിന്ന് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും മാക്സിമം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നോസ് പിൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക്ക്, ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. ഐലൈനറും ഐബ്രോയും ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒന്നും ഓവർ ആകാതിരിക്കുക. അതെല്ലാം വളരെ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഒത്തിരി ലൈറ്റായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വരാൻ നേരത്ത് ചെയിനാണ്. സ്ത്രീകൾ അത് സിംഗിൾ ചെയിൻ, ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ചെയിനും ആ ചെയിനുള്ളൊരു കുഞ്ഞ് ലോക്കറ്റും മാത്രമുള്ളത് യൂസ് ചെയ്യുക. ഒത്തിരി വലിയ ലോക്കറ്റുകളുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെയുള്ള ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡ് മാക്സിമം ഫോർമൽ മാത്രം യൂസ് ചെയ്യുക. അതായത് പാൻറ്റ്, ഷർട്ട്. നിങ്ങൾ ജീൻസോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലത് നല്ലൊരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങുക. ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ സ്ലീവുള്ള ഷർട്ടൊക്കെ കിട്ടും. അത് രണ്ടും യൂസ് ചെയ്യുക. അത് അയൺ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ബെൽറ്റ് വേണമെങ്കിൽ തിന്നായിട്ട്, വളരെ തിന്നറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നല്ല അലൗഡ് ആയിട്ടുള്ള നല്ല ഷൂസ്, അത് ബ്ലാക്ക് ഷൂ ആണെങ്കിൽ വളരെ നല്ലതാണ്. ബ്ലാക്ക് ഷൂ, അത് ഫോർമൽ ഷൂസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഷൂസ് ഉപയോഗിക്കുമ്പോൾ സോക്സ് ഉപയോഗിക്കണം, പോളിഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഉള്ളത് നിങ്ങൾ കയ്യിലുള്ള കാര്യം. കയ്യിൽ മാക്സിമം ഒരു വാച്ച് മാത്രം. വലിയ ആവശ്യമില്ലാത്ത വളകളോ ചെയിനുകളോ ഒന്നും ഇടാണ്ടിരിക്കുക. ജസ്റ്റ് ഒരു വാച്ച് യൂസ് ചെയ്യുക. റിംഗ് ആണെങ്കിൽ ഒറ്റ റിംഗ്, അത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞു ബ്ലാക്ക് പാൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് കളർ പാൻറ്റുകളോ ലൈറ്റ് കളർ പാൻറ്റുകളോ ഏത് പാൻറ്റാണെങ്കിലും ഒരു സിംഗിൾ കളർ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഡിസൈൻസ് ഉള്ളതൊന്നും ഇടാൻ പാടില്ല. സിംഗിൾ കളറായിട്ടുള്ളത് യൂസ് ചെയ്യുക. ഷർട്ട് ഇടാൻ നേരത്തും ഒത്തിരി ഡിസൈൻ ഉള്ളതൊന്നും വേണ്ട. സിംഗിൾ ലൈറ്റ് കളറായിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന തരത്തിലുള്ള ഒരു സിംഗിൾ കളർ ഷർട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ഗ്രൂമിങ്ങിൽ വരുന്നത്. ഇനി ഗ്രൂമിങ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലാൻ നേരത്ത് ബേസിക്കായിട്ട് നിങ്ങളുടെ സി വിയെ പറ്റിയുള്ള കാര്യങ്ങൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സി വി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ സി വി മേക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കാണേണ്ടത് സി വി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, നിങ്ങളുടെ ID കാർഡിൻ്റെ കോപ്പികൾ, ഒരു 3-4 ഫോട്ടോ, ഇത്തരം കാര്യങ്ങൾ ബേസിക്കായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കൂടുതൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും ഉണ്ടാവണം നിങ്ങളുടെ ഫോൾഡറിനുള്ളിൽ.
നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ആദ്യം നിങ്ങളുടെ CV കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഇൻ്റർവ്യൂവിന് ഇന്ന പോസ്റ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ CVയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് നിങ്ങളെന്നുള്ളതാണ് നിങ്ങളുടെ CVയിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ CVയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ ആ CV വേറെ ആരെങ്കിലും മേക്ക് ചെയ്തു ഞാനത് കൊണ്ടുവന്നതെന്നാൽ വെറും ക്യാരി ചെയ്ത് വന്ന ഒരാളായി പോകും. സോ നിങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ബേസിക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ CV കൊടുക്കുന്ന സമയത്ത് CVയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യേണ്ട എക്സ്പീരിയൻസിനെ പറ്റിയും അതിൽ പഠിച്ചിരിക്കുന്ന നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. മറ്റൊരു കാര്യം, നിങ്ങൾ പോകുന്ന കമ്പനി ഏതാണ്, ആ കമ്പനിയെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തും കിട്ടും. അപ്പോൾ ആ കമ്പനിയെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ചെല്ലാനായിട്ട്. പിന്നെ വേക്കൻസി, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതാണ്, ആ പൊസിഷനിൽ വരാൻ സാധ്യതയുള്ള ജോലികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ ഒരു ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടോ പഠിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. കാരണം ആ ജോലിയെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ഥാപനത്തെപ്പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ സ്ഥാപനത്തെപ്പറ്റി അറിഞ്ഞിട്ട് വന്നിരിക്കുന്ന സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എക്സ്ക്യൂസ് മീ പറയുന്നത് വിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇരിക്കുന്നതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഫോർമലായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് വേണം ഇരിക്കാനായിട്ട്. കാലൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നടുവൊക്കെ നിവർത്തി ഫേസ് ടു ഫേസ് നോക്കിയിട്ട് വേണം ഇരിക്കാനായിട്ട്. അതുപോലെ ചെറിയൊരു സ്മൈൽ എപ്പോഴും നിങ്ങളുടെ മുഖത്തുണ്ടാവണം. സോ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും.